അജോ, താഴ്ത്തങ്ങാടി മരമില്ലിലെ ജാഫർ ഖാന്റെ വല്യാപ്പല്ലേ മൊയ്തീൻ ഹാജി, മൂപ്പര കാലത്തുള്ള മരം അത്. ഈറ്റാ മരം ഇപ്പോഴത്തെ കാലത്ത് കിട്ടൂല മോനെ. നിങ്ങൾ ആ തള്ളി അടിയ വന്നു കള്ളി നാ കുത്ത അങ്ങോട്ട് ഒഴിവാക്കി. ഓ ശൈത്താനാ പിടി. അന്ന് ആരേനി സീതാക്ക ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി എന്റെ അച്ഛനാ? അല്ല, അന്ന് രാവണേട്ടനാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ വന്നത്. അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനും എൻ്റെ കാരണവന്മാരൊക്കെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ ഈ കാണുന്നത്. അതിന്റെ ആ പ്രവർത്തനത്തിന്റെ ഫലമാണല്ലോ ഒന്നിപ്പോ യൂണിയൻ പത്ര സെറ്റപ്പ് ആയി. ഇയാൾക്ക് യൂണിയനും പാർട്ടി എന്നല്ലാതെ വേറെ ഒരു ചിന്തയൊന്നുമില്ല. എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല. മനസ്സിലായി. എന്ത് പടാ പിടിച്ചു നിന്നട്ടോ മോനെ, പഴയ വീടാണ്. മീറ്റിംഗ് ഉണ്ടടാ. പിന്നെ എന്റെ അമ്മന്റെ പെൻഷന്റെ പേപ്പർ റെഡി ആയിട്ടോ. മെമ്പർ വിളിച്ചു തന്നെ എന്നെ വിളിച്ചില്ലല്ലോ. അത് റെഡി ആയിക്കണ്. അടുത്ത മാസം തൊട്ട് എന്തായാലും പൈസ റെഡി കിട്ടോ. ഈ ചെയ്ത് ഏതായാലും വലിയ ഉപകാരമായി. ഞാൻ നാളെ ഒന്ന് പോയി നോക്കണമെന്ന് വിചാരിച്ചിനി. അമ്മയാണെങ്കിൽ ചോദിച്ച് വെറുപ്പിക്കണുണ്ട്. തരാന്ന് പറഞ്ഞാല് അത് വീട്ടിലെത്തും. അതാണ് നമ്മളെ സർക്കാർ. ഈ ചെയ്ത് ഏതായാലും വലിയ ഉപകാരമായി. അമ്മനെയും കൂട്ടി പോയിട്ട് ആ ഫോം ഒപ്പിട്ടാ മറക്കണ്ട. അത് ഞാൻ പോയിക്കോളാം. ഓൻ ഉപകാരം തന്നെയാണ് ചെയ്യണേ. കണ്ടില്ലേ, ആകപ്പാടുള്ള ഒരു ഞായറാഴ്ചയാണ്. സേവനം തന്നെയാണ് ഇപ്പോഴും. എന്നിട്ട് ബാക്കിയുള്ളവരാണ് കല്ല് കാണാൻ. എടാ, ആ വളവിലെ വണ്ടി തട്ടി ആക്കെന്തായി? മരിച്ചില്ലേ പട്ടാമ്പിക്കാരെ? പാവല്ലേ, ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. എന്ത് സംഭവം? അവിടെ പ്രേതം ഉണ്ടോ അല്ലേ? ഒലക്കന്റെ മൂടാണ്. ഉറങ്ങിയിട്ട് വണ്ടി ഓടിച്ചാ ആർക്കായാലും പണി കിട്ടൂലേ. അതിന് ഇയാളൊക്കെ എന്തേ പറഞ്ഞാ വിശ്വസിക്കോ? വലിയ കമ്മ്യൂണിസ്റ്റാറല്ലേ. ഞാൻ പോവാ. പോയിക്കോ. ആ മോളെ, മീൻ വന്നിക്കണ്, പോയി വാങ്ങിട്ട് വാ. നമ്മളും അയൽവാസികൾ തന്നെയാ. നമുക്കും സഹായിക്കാനൊക്കെ അറിയാം. തൽക്കാലം ഇപ്പൊ ഇവിടെ ഒരാളുണ്ടല്ലോ. ഞാൻ എന്റെ അമ്മയ്ക്ക് പോയി വല്ല സഹായിക്കുകയാണോ ചോദിക്കി. വണ്ടി എടുക്കടാ. എന്താ ചെയ്യാൻ നോക്കൂ. ആ തള്ളേന്റെ കഷ്ടകാലത്തിന് ഓനെ ഉണ്ടാക്കി അറാൻ പറഞ്ഞു. ആ ശിവന്റെ കൂടെ അല്ലേ നടത്തോ? അത് വിട്ടേക്ക് ചെയ്തേക്കാം. അതും കൂടെ ഇട്ടിട്ട് ഇറങ്ങിക്കളാം. മോളെ, വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടാ. അതൊക്കെ മതിയാടാ. ഇനി എങ്ങോട്ടാ രണ്ടാളും കൂടി? വൈകുന്നേരത്തെ മീറ്റിംഗ് ഉണ്ട്, പിന്നെ 1-2 പരിപാടി ഉണ്ട്. വാടാ. അന്റെ നാരങ്ങ വെള്ളത്തിലൊന്ന് എന്താ നിങ്ങക്ക് വെള്ളം വേണോ? വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. അനക്കാ പെണ്ണുകൊണ്ട് കാര്യം വെച്ചാ പറഞ്ഞത്. എന്തായാലും ഉള്ള കാര്യം പറയാ. ഞാൻ എന്തിനാലും നിങ്ങളെ കൂടെ എന്താ ചെയ്താലൊക്കെ നമുക്ക് സെറ്റ് ആവൂല. മൂപ്പരൊക്കെ നമ്മൾ പ്രസ്ഥാനത്തിന് മാറി എന്തുമാരെ കഷ്ടപ്പെട്ടാ അതൊന്നും നടക്കൂല. എനിക്കറിയാ, ഓൾക്ക് കൂടെ മനസ്സിലാണ്ട് പട്ടാറോ. അതൊന്നും സെറ്റ് ആവൂല. അതൊന്നും ശരിയാവൂല. എന്തോ അല്ലേ അതിന് കാണി പറഞ്ഞാ മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യാനാ? മനസ്സിലാവും, മനസ്സിലായിക്കോളും. നമ്മളെ സെക്യൂരിറ്റികളെല്ലാം നിൽക്കുന്നത്. ആരെ തല്ലാനാ ഓടിയിട്ടുണ്ട്? ഞാനേ നാട്ടുകാരെ തല്ലി അതാക്കാൻ പറ്റോക്കട്ടെ. അതെന്നാവൂ. എന്താ പരിപാടി? വൈകുന്നേരം ഏതാനും ചെറിയ ധർണ ഈ അയക്കുന്നതിലും സംഭാവന കിട്ടും. അതിനെന്താ? കാര്യത്തിലായിക്കോട്ടെട്ടാ. നിങ്ങൾ ലോറി സമരം കഴിഞ്ഞപ്പോ അത് അടുത്ത മാസം 5-ടാ. ശരിടാ. പിന്നെ എന്റെ പെങ്ങളെ സീറ്റിന്റെ കാര്യം ഞാൻ കൃഷ്ണനോട് പറഞ്ഞു കേട്ടോ. അല്ല ശരിയോടാ. കുഴപ്പമില്ല, സീനില്ല, സെറ്റാക്കാം, നമുക്ക് സെറ്റാക്കാം. ശിവനും സിദ്ധാർത്ഥ എന്തോ ഉടായിപ്പോ പ്ലാൻ ചെയ്യാം. അതെന്തെങ്കിലും ഉടായിപ്പന്നാവും, വേറെന്താ? അത് ശരിയാ. ആരതെ? ഒറ്റ മിനിറ്റ് പോലെ. എന്താ ചേട്ടാ?
ആ എല്ലാരും വിളിച്ചിന്. സുനേട്ടനൊന്നും കിട്ടിയിട്ടില്ല. ആ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ആ ആയിക്കോട്ടെ. ആർട്ടിയാണ്ടാ ഞാൻ ഇട്ടോളാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എന്നാ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. ആ വരും എങ്ങോട്ടാ നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? ക്രെയിനോടെ? ഞാൻ മറ്റേ ട്രിപ്പ് പോയതാ, പട്ടാമ്പി പോയതാ. ആ എന്തേ? ആടാ നല്ല വണ്ടി മരിച്ചില്ലേ, അയാളെ കാറും കൊണ്ട് ഞാൻ പോയതല്ലേ. ആ ഓട്ടങ്ങളാണല്ലേ പോയത്. ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി ഇട്ടോണ്ട് നിങ്ങൾക്ക് ഇറക്കണില്ലല്ലോ, ഓട്ടം ഇട്ടുണ്ടല്ലോ. അല്ലടാ അയാളിവിടെ ജ്വല്ലറി തുടങ്ങാമെന്ന് കേട്ടു. തന്നെ? ആ വയനാട് തോട്ടങ്ങളല്ലേ പോയത്? അതൊക്കെ ശരിയാ. അവിടെ എത്തുമ്പോ തട്ടിയോ വണ്ടി കണ്ടിട്ടേ അവർക്കൊരു കരച്ചിലിട്ട് അത് ഞമ്മക്ക് പറ്റൂല. പിന്നെ ഞാൻ വിളിച്ചതിനാ അറിയോ, ആ കലാകാരത്തെ ആ പെണ്ണിന്റെ കഷ്ണം ഇതുവരെ തീർന്നിട്ടില്ല. ആ തള്ളയാണെങ്കിൽ വന്നിട്ട് കരച്ചിലും വീഴ്ചയിലും എന്താ ചെയ്യാ. എന്തേണ്ട് പറഞ്ഞോളി. എനിക്ക് തോന്നുന്നതേ നമുക്ക് രണ്ടാക്കൂടെ വടകര മറ്റവന്റെ വീട്ടിൽ പോവാം. അതോടെ ആ കേസ് ചിലപ്പോൾ തീരും. അതിന് നമുക്ക് 1-2 ആളെ കൂട്ടാം. അതിന് നമുക്ക് പാർട്ടി ഒന്നും നോക്കണ്ടല്ലോ. എന്താ അർജുന? അതിനെന്താ കേട്ടാ, ഒരു പെൺകുട്ടിന്റെ കാര്യമില്ലേ, നിങ്ങൾ എപ്പോഴാച്ചാ വിളിച്ചാൽ മതി, ഞാൻ റെഡിയാ. എന്നാ ആയിക്കോട്ടെ. ഒന്നുമില്ല, എന്റെ മോന്റെ കാര്യം പറയായിരുന്നു. ആര്? സിദ്ധുവിന്റെ? അല്ല ഞാൻ പറയണേ, ഇവിടെ കണ്ടമാനം പൈസ തരാണ്ട് ഒരു പരിധി കൂടുതൽ ഇപ്പൊ കൊടുക്കാൻ കഴിയോ? ഓൻ ആദ്യമൊക്കെ കൊണ്ടു തന്ന് പിന്നെ പൈസ ചോദിക്കുമ്പോ തൊള്ള തോന്നിയൊക്കെ പറയാം. പിന്നെ ഞാനവിടെ ചോദിക്കാനാ. ഇപ്പൊ കുറച്ചായിട്ട് ഓന് പണിയൊന്നുമില്ല. എനിക്ക് മുട്ടുംകാല് വേദന ഉള്ളതുകൊണ്ട് പണിക്ക് പോവാനും പറ്റണില്ല. അത്യാവശ്യം നല്ല സാധനം വേണമെങ്കിൽ വാങ്ങിക്കോളേ, പൈസ ഞാൻ കൊടുത്തോളാം. വേണ്ട മോനെ, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇന്നാളെ കൊണ്ടുതന്ന കിറ്റ് ഇപ്പോഴും ഉണ്ട്. സാധനത്തിന്റെ അല്ല ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, പണിയില്ലായിട്ടല്ല, ഓൻ പണിക്ക് പോവാനിട്ടാ. ഓനിവിടെ ഫുൾ ടൈം ആ മറ്റേ ശിവന്റെയും റസാക്കിന്റെയും കൂടെ വെള്ളച്ചടക്കുന്നത് ഞാൻ കണ്ടേ പറഞ്ഞുള്ളൂ കേട്ടാ. എന്താ ചെയ്യാ മണിയേട്ടാ, പറഞ്ഞു പഠിപ്പിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ. ഞാനിന്ന് രാവിലെ ഓനെ കണ്ടിന് ശിവന്റെ കൂടെ. അവനോട് പറഞ്ഞ് മടുത്ത് ഒഴിവാക്കിയതാ. ഇപ്പം വെച്ചാൽ ഓനക്ക് ഈ പറഞ്ഞ നമ്മളെ കാണുമ്പോൾ നമ്മോട് ദേഷ്യ. അത് നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ പോയിക്കോളി. ദേവിയെ ഓനോട് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുതരാൻ പറഞ്ഞോണ്ട് കേട്ടോ. മണിയേട്ടാ അവിടെ തുറന്നു, അവിടെ തുറന്നാണ് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഒരു ഗോൾഡ് ഡാ, ഞാനാ കാരമുടി സ്ഥലത്തുണ്ടോ? ആ സുനേട്ടൻ അവിടെ പോണ്ടേ? ഒരു കളി കഴിഞ്ഞിട്ട് പോയാ പോരെ? ഈ വരണാ? ഞാൻ വരാം. ചേക്ക് സുനേട്ടൻ ഒരു ഗോൾഡോട്ടെ. വൈകുന്നേരം മീറ്റിംഗ് ഇട്ടാ, അത് അടിച്ചെടുക്കാൻ കൊടുക്കണ്ട. ആയിക്ക് ഓർമ്മയുണ്ട്. ആ ഈ പോവാ കംപ്ലീറ്റ് കള്ളക്കളിയാടാ. തോറ്റിരിക്കുന്നു. അടുത്തതായി ആഷിഖ് കടന്നു വരിക. കളി കളിക്കുക. കഴിച്ചൂടി അങ്ങനെ ഇത് പോവാൻ. എടാ റസാക്ക ഇവിടെ വന്നിരുന്നോ? ഇല്ല. ആ ഹലോ, എടാ റസാക്ക ഈ എവിടെയുള്ളേ? ആ പൈസേൻ്റെ കാര്യം പറഞ്ഞ് നീ റെഡി ആക്കിയിട്ടുണ്ടോ? അർജന്റാന്ന്. ഓക്കെ. സിദ്ധു വാടാ, ഒരു ഗെയിം കളിക്കാം. ഞാനല്ല ഈ കളിക്ക്. സിംഗിൾ അല്ലേ? സിദ്ധു വാടാ. പൊട്ടി പൊട്ടി ഇഞ്ഞണ്ടാ, ഇഞ്ഞിട്ട് വാടാ. 500 രൂപ വാ. വാടാ പോവല്ലേ? ആരുമില്ല, വാടാ പോവാ. നിക്കടെ ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഇണ്ടാ കളിക്കേ? ആരൊക്കെ ഉണ്ടറാ കളിക്കേ? ആരൊക്കെ ഉണ്ടെങ്കിൽ വരടാ. ഇൻട്രാ 500 ഇൻട്രാ. ഞാനല്ല ഇവൻ. പോയിരിക്കി. പൈസ കളിക്കാനും ഞാനല്ല, ഇതൊന്നും പൈസന്റെ കാര്യം നോക്കണ്ട, ഇജ്ജ് പോയിരിക്കി. ചെല്ല്. ആരായാലും മതി, കായ് കിട്ടണം. കളിക്കണം. ഞാനാ കളിക്കണം. ഓക്കെ, ചാമ്പ്യൻ കളി. ഇട്ട് കൊടുക്കടാ പൗഡർ.
ഇതടി കേടാ കിടങ്ങാറാക്കല്ലേ. ഞാൻ പറഞ്ഞില്ല. ഫോണൊന്നും എടുക്കല്ലപ്പോ ഞാരെ. ആ എന്താ ഇതേക്കാ? ആ അറിയാ. ആ കൊടുക്കും. ആ പറഞ്ഞോളൂ അയച്ചരേ. ആ അത് ശരി. ആ ആയിക്കോട്ടെ മതിരേക്കാം. ആയിക്കോട്ടെ പോലോ. ആ അല്ല ചെയ്തൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തള്ളാൻ പറ്റൂലല്ലോ. ഏതാ? ആ നിങ്ങൾ ഫോൺ വെക്കി, ഞാൻ വേറൊരു കളി ഫിനിഷ് ആയിക്കോട്ടെ. ആ എന്നാൽ ശരി ആയിക്കോട്ടെ. ഒരു മിനിറ്റ് നിൽക്ക്. ഇത് ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ ആയതുകൊണ്ട് എനിക്കിതിൻ്റെ വില അറിയില്ല. അല്ല എന്നാ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ എങ്ങനെ ഒന്നും കിട്ടണമെങ്കിൽ ഒരു 5-6 മണിക്കൂറേ വരക്കണം. അല്ലാതെ കിട്ടുമ്പോൾ അതിനൊരു വില ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വാങ്ങി ശീലമില്ല. അതുകൊണ്ട് ഇത് വെച്ചോ. പറ്റുകയാണെങ്കിൽ എൻ്റെ അമ്മക്ക് കൊടുത്താൽ ആ പാകത്തിന് ഒരു മാസം വരുന്ന ആൾ നോക്കുന്നുണ്ടോ? ഓ അങ്ങനെ എല്ലാവരെയും നിൻ്റെ സ്വന്തം അമ്മ ആക്കണ്ട. എൻ്റെ അമ്മയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ പോയി എൻ്റെ പണി നോക്ക്. അൻ്റോടെയുള്ള ഏതെങ്കിലും ഒരു കളി ഞാൻ ജയിക്കും. കേട്ടാ അർജുന? അതിന് ഞാൻ ഈ സാറ്റലൊക്കെ നിർത്തിയിട്ട് കാലം കുറേ ആടാ. നമുക്ക് കാണാം. ആ പൈസ ഉണ്ടായിട്ടാ നമുക്ക് വേണ്ടായിരുന്നില്ല. ആ അത് ഞാൻ ഇട്ടോളാം. ഇതാ വേണേട്ടാ. അത് ഓരോരുത്തരെ പറ്റിക്കച്ചാളെ. സിദ്ധാർത്ഥ എന്നാ ഇന്ന് മഴ പെയ്യും. അപ്പൊ ഇതാണ് എന്റെ പണ്ടാരല്ലേ. ആ ഇതിലിട്ടാ അതിലെക്കാട്ടി മുന്നേ കിട്ടും. കൃഷ്ണേട്ടാ വന്നിനോ? കുറച്ച് നേരത്തെ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. എന്നാ പാട്ട് ഹൗസിൻ്റെ അപ്പാ. അത് ശരിയാണ്. അർജുന, നമ്മളെ ജില്ലാ കമ്മിറ്റിന്ന് ഭാരതമായിട്ട് വിളിച്ചിരുന്നു. പ്രവർത്തനത്തിലൊക്കെ മൂപ്പർക്ക് ഓക്കെ. പക്ഷെ നമ്മളെ ഫണ്ടിന്റെ ഫണ്ടൊന്നും നമ്മൾ ക്ലിയർ ആശയെങ്കിലും ഒരു 5 തയ്ക്കണം. ആയിക്കോട്ടെ. ഈ നിന്നിട്ട് കൊണ്ടാക്കി വന്നിട്ടില്ല? ഇല്ലടോ. നിങ്ങൾ വീട്ടിൽ തന്നെയല്ലേ? ആശിക്കേ ഞാൻ എന്നാലേ മൂപ്പരെ ഉണ്ടാക്കിയിട്ട് ആയിക്കോട്ടെ. എടാ നിർത്തറ. ഇവിടെ പോണ നിങ്ങളെ സമ്മതിക്കുമോ? ഇല്ലാത്ത കാടും വാ. എന്തേ? യക്ഷികളവ് കഴിഞ്ഞ ആഴ്ചയിലടക്കം 3 മരണങ്ങൾ. ഒരു തെളിവുമില്ല. പ്രേതത്തിനെ കണ്ടെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയലുണ്ട്. ഇപ്പം എന്താ ബ്ലാക്ക് മാനോ? ഞാനും കണ്ട്. 1 അല്ല 2 എണ്ണം. പക്ഷെ അത് എനിക്ക് പരിചയമുള്ള ബ്ലാക്ക് മാൻമാരാ. ആര്? അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. മനസ്സിലായില്ല. എടാ ഞാനും തിരുവനന്തപുരത്ത് പോയില്ല സെക്രട്ടേറിയറ്റിൽ. തിരിച്ചു വന്നപ്പോൾ കുറെ ലേറ്റായി. പക്ഷെ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ്, ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ.
അപ്പോൾ രണ്ടുപേര് ബൈക്കിൽ ആക്സിഡന്റിലാണ് ആ പട്ടാമ്പിക്കാരൻ മരിച്ചത്. അല്ലടാ, അയാളിവിടെ ജ്വല്ലറി തുടങ്ങാമെന്ന് കേട്ടു. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ഇത് മറ്റൊരാളോ? ഒരു ചെയ്യും, പക്ഷെ ഓരെ കൊണ്ട് ഒറ്റയ്ക്ക് അത് കഴിയോ? ശരിയാണ്, ഓരാകുമ്പോൾ 1-2 ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓരാകുമ്പോൾ നല്ല പ്ലാനിങ് ഉണ്ടാവും അല്ലേ? അതാരാന്നും കൂടി നമുക്കറിയണം. നമുക്ക് നോക്കാം. അതുവരെ എനിക്ക് ക്ഷമ ഉണ്ടാവും മാഷെ. ധൃതി വെക്കല്ലേ, അത് നമ്മളെ പരിപാടിയല്ല. അതിനൊക്കെ കുറേ രീതികളില്ലേ, അപ്പോൾ പറഞ്ഞുതരാ. തെളിവ് വേണ്ടേ? എന്തേ? അല്ലെങ്കിൽ ഈ നേരത്തെ എന്നാടി അത് ഞാൻ വീട്ടിൽ പോയി. എന്തിനെ? എന്താ എനിക്ക് ഒന്നുമില്ല. ഒന്നുമില്ലെന്നാ പറയോ? പിന്നെ എനിക്കൊരു കാര്യം കാര്യം നമുക്ക് പിന്നെ പറയാം. അതെന്താ എനിക്കറിയാം. ഇല്ലേ ഓക്ക് പറയാനുള്ള കൂടെ കേട്ടൂടെ എനിക്ക്? ഈ കേൾക്കണില്ലേ? എന്ത് കുന്തം? അല്ല, അപ്പൊ എനിക്കും മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. മലയാളം ഞാൻ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഈ പോയി ഓളെ പോയി മനസ്സിലാക്കി. അതന്നെയാണ് മലയാളത്തിൽ പറഞ്ഞത്. അത് തരാവില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യം. കാര്യമില്ല, തോറ്റില്ലേ? പൈസ കൊടുത്തോ കേട്ടാ. കൃഷ്ണേട്ടനാണല്ലോ. കൊടുക്കടാ, തോൽവിക്കൊരു പുത്തിരിയല്ല. ആ പൈസയും കടം പറയണല്ലോ. ഒന്നുമില്ല, കൃഷ്ണേട്ടാ പറയില്ലല്ലോ. അതാണ് ഞാൻ എന്നോട് പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അനക്ക് വല്ല കാറ്റുണ്ട് ചങ്ങായി. ഇന്നാളെന്തേ പറഞ്ഞത്? ഇന്നാളീ ഒരു തള്ളുകള്ളീന് പറ്റ തള്ള പോലും സഹിക്കൂല. ഇവിടെ വിമാനത്താവളം വരുന്നു വല്ല നമ്മൾ സംഭവിച്ചോ? അതൊരു പോലും അറിഞ്ഞിട്ടില്ല. നടക്കുമ്പോൾ നടക്കട്ടെ. നടക്കട്ടെ, നടന്നോട്. നടന്നു വേണ്ട, എനിക്ക് വന്ന് നടന്നോട്. എൻ്റെ കേട്ടോ. വെറുതെ അല്ലാണ്ട് പേരേക്ക് വണ്ടി വന്നു. അത് ഞാൻ സഹിച്ചു. കൂർക്കജാത്ത നോക്കി പോയിക്കോ. പേടിത്തൂരിയെ നോക്കി പോയിക്കോ. വല്യപ്പ കൂർക്കജാത്ത പോടാ ഭ്രാന്താവ്. എന്തായാലും കഷ്ടായിപ്പോയി. ഏട്ടാ, മരിച്ചേക്കൻ്റെ വീട് ഏതാ? ഇവിടെ നിന്നാണ്ട് ഇടത്തോട്ട് പോയിട്ട് ആ റോഡിലാണ്ട് പോയിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ആട് ചോദിച്ചാൽ മതിയാവും. ആയിക്കോട്ടെ. എവിടുന്നൊക്കെ ആൾക്കാർ വരും. അടച്ചോ? കുറച്ച് വെളിച്ചെണ്ണ വേണ്ടിയിരുന്നു. ഇക്കൊരു മരിപ്പുണ്ടാടാ. തന്നെയോ? ആരാ മരിച്ചത്? അത് ഇവിടെ ദേവിയുടെ മോൻ സിദ്ധാർത്ഥ്. ഈ പോരുണ്ടോ? ഞാനവിടെ എത്തിക്കോളാം. നല്ല കൃഷ്ണ. ആ ചെക്ക ആക്സിഡന്റിൽ മരിച്ച തന്നെയാണാ? അതെങ്ങനെയാ മണിയേട്ടാ ശരിയാവുക? പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അല്ലെങ്കിൽ ഒരു സാക്ഷി വേണം. അതൊന്നും ഇല്ലല്ലോ. ഓൻ്റെ കാര്യത്തിൽ സാക്ഷി പോയിട്ട് മനസാക്ഷി പോലും ഇല്ലാത്തവനല്ലേ. പിന്നെ ഇപ്പം എന്താ നമ്മൾ പറയാ? അതും ശരിയാണ്.
എൻ്റെ മോളെ ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാ. അത് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം. ആ കാര്യം നമുക്ക് പിന്നെ പറയാം, അതാ എനിക്കറിയാം. ഇല്ലേ മോളുടെ ജീവിതം തള്ളയും കൂടി ഇല്ലാത്ത കുട്ടിയാണ്. ഞങ്ങൾക്ക് ആരുമില്ല. അല്ലാ ചോനെ. ചിരിമറഞ്ഞു ചിറകരിഞ്ഞു ചില മരത്തിനില പൊഴിഞ്ഞു തിരികെ ദൂരെ പോവുകയാണോ മനസാക്ഷി? അല്ലെങ്കിൽ ഒരു തെളിവില്ലാതെ എല്ലാം തീർക്കാൻ കഴിയണം.